സെക്രട്ടേറിയറ്റിനു മുന്നിലെ ആശാസമരത്തിൽ SUCI നേതാക്കൾക്കും മഹിളാ കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ കേസെടുത്ത് കന്റോൺമെന്റ് പോലീസ്. പൊതുസ്ഥലം കയ്യേറി മാർഗതടസ്സം സൃഷ്ടിച്ചുവെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. കന്റോൺമെന്റ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനും നിർദ്ദേശമുണ്ട്. അതേസമയം കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷം മന്ത്രി വീണ ജോർജ് ഇന്ന് തിരികെ എത്തും. വരും ദിവസങ്ങളിൽ ആശാ വർക്കർമാരുമായി ആരോഗ്യമന്ത്രി വീണ്ടും ചർച്ച നടത്തുമെന്നാണ് വിവരങ്ങൾ. ഡാൻ കുര്യൻ വിശദമായ വിവരങ്ങൾ നൽകും. ഡാൻ, ഇപ്പോൾ ഈ ആശാ സമരത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട്. അതിൽ കൃത്യമായി SUCI നേതാക്കൾക്കും മഹിളാ കോൺഗ്രസ് നേതാക്കൾക്കും എതിരെയാണെന്ന് അറിയുന്നു. എന്താണ് വിശദാംശങ്ങൾ? ശ്രീജ, കണ്ടാലറിയാവുന്ന 1000 പേർക്ക് പുറമെ SUCI നേതാക്കളും സമരത്തിന് നേതൃത്വം നൽകുന്നവരുമായ എസ് മിനി, ബിന്ദു, അതോടൊപ്പം തന്നെ ഷാജിർ ഖാൻ ഉൾപ്പെടെയുള്ള SUCI നേതാക്കൾ, അതോടൊപ്പം മഹിളാ കോൺഗ്രസിന്റെ 4 നേതാക്കൾ, ഇവർക്കെതിരെയാണ് നേരത്തെ, അതായത് മാർച്ച് മാസത്തിൽ നടന്ന ഒരു സംഗമവുമായി ബന്ധപ്പെട്ട് കന്റോൺമെന്റ് പോലീസ് നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. പക്ഷേ ആ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് വേണ്ടി കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ മഹിളാ കോൺഗ്രസ് നേതാക്കൾക്ക് ഉൾപ്പെടെ നോട്ടീസ് കൈമാറിയിരിക്കുന്നത്. കന്റോൺമെന്റ് SIയുടെ പേരിലാണ് ഈ നോട്ടീസ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. പക്ഷേ ഈ സമരപന്തലിലെ ആശാ വർക്കർമാർക്കും അതോടൊപ്പം തന്നെ SUCI നേതാക്കൾക്കും ഇതുവരെ ഈ നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. നമുക്ക് ഒപ്പം MA ബിന്ദു, സമരസമിതി നേതാവ്, ചേരുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇവിടെ സംഗമം നടന്നതുമായി ബന്ധപ്പെട്ടാണ് താങ്കളെ 1-ാം പ്രതിയാക്കിക്കൊണ്ട് കേസെടുത്തിരിക്കുന്നത്. ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ച ലെറ്റർ നിങ്ങൾക്ക് കിട്ടിയോ? മറ്റു ചിലർക്കൊക്കെ ഈ ലെറ്റർ കിട്ടിയിട്ടുണ്ട്? ഇല്ല, ഞങ്ങൾക്ക് ഇതുവരെ ഇവിടെ ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു നടപടിയായി അതാലോചിച്ച് ചെയ്യണമെന്ന് ആരുമല്ലേ, അതാലോചിച്ച് ചെയ്യും. തുടർ നീക്കങ്ങൾ എങ്ങനെയാണ്? ഇന്നത്തെ 52 ദിവസമാവുകയാണ്. ആരോഗ്യമന്ത്രി ഇന്നലെ ചർച്ച നടത്തിയതിനു ശേഷം വ്യക്തമാക്കിയത് വീണ്ടും അടുത്ത ദിവസം തന്നെ ചർച്ചയ്ക്ക് തയ്യാറാകുമെന്നാണ്. അതിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നമ്മള് സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കണമെന്നും ഈ സമരം സെറ്റിൽ ചെയ്യണമെന്നുള്ളതല്ലേ നമ്മുടെ അഭിപ്രായം. നമ്മൾക്ക് ഒരു പിടിവാശിയില്ല, സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. നമ്മുടെ സമരം രാപ്പകൽ സമരവും നിരാഹാര സമരവും തുടരുകയാണ്. നമ്മുടെ ഡിമാൻഡ് അംഗീകരിക്കുന്നവരെ നമ്മൾ ഈ സമരമാർഗങ്ങളുമായിട്ട് ഇവിടെ ഉണ്ടാകും. കഴിഞ്ഞ ദിവസമാണ് തല മുണ്ടനം ചെയ്തുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ആശാ വർക്കർമാർ കടന്ന. അതിന് മുൻനിരയിൽ നിന്നത് ഈ ചേച്ചിയാണ്. ഞങ്ങൾ വരുന്ന എല്ലാ ദിവസങ്ങളും ഇവിടെ കാണാമെന്ന്. ഇന്ന് കയ്യിലൊരു പേപ്പറൊക്കെയുണ്ട്. എന്താണിത്? വീട് ജപ്തി പേപ്പർ. ഞാൻ വീട് പണയം വെച്ചൊരു ചെറിയ വീട് വെച്ച് ജപ്തിനോട് ഞാൻ ഈ സമരവും തീർന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ കടവരേന്തലായിരിക്കും കിടക്കുന്നത്. ഞാനും എന്റെ കുടുംബവും. ദയവ് ചെയ്ത് എന്റെ വീട് എന്നെ ഒന്ന് സഹായിക്കും. ഇത് ഇളവ് ചെയ്ത് തരാനൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞില്ല. ഇത് അടയ്ക്കണമെന്ന് പറഞ്ഞ് എഴുതി തന്നതാ. നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞോ ഇക്കാര്യം? ബാങ്കിലെ ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ബാങ്കിൽ ആരോടും അടയ്ക്കണമെന്ന് പറഞ്ഞു. എനിക്ക് അടയ്ക്കാൻ നിവർത്തിയില്ല. കിട്ടുന്ന തുച്ഛമായ പൈസ എന്റെ വീട്ടിൽ ചെലവിനോ വണ്ടി കൂലിക്ക് പോലും തികയില്ല. 232 രൂപ. എന്റെ മോൻ കൂലിപ്പണിക്കാരനാണ്. എന്റെ ഭർത്താവിന് ഒരു കണ്ണ് കാഴ്ച മൊത്തവും പോയി. ഒരു കണ്ണാണെങ്കിൽ കാഴ്ച ശകലം കുറവാണ്. ഞങ്ങള് റേഷൻ അരിയും വെച്ച് എന്റെ ഈ ഒരു ഇതിലൊക്കെ തട്ടിമുട്ടി പോകുന്നത് വീട്. ഇങ്ങനെ ദയനീയമായ കാഴ്ചകളാണ് 52 ദിവസം പിന്നിടുമ്പോൾ വീണ്ടും ഒരു ആശാപ്രവർത്തകയ്ക്ക് കൂടി, ഈ സമരത്തിന് മുൻനിരയിൽ നിന്ന് നയിച്ചിരുന്ന ഒരു ആശാ വർക്കർക്ക് കൂടി ജപ്തി നോട്ടീസ് ബാങ്കിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. അടുത്ത ദിവസം പണമടച്ചില്ല എങ്കിൽ വീട് ജപ്തി ചെയ്യുമെന്നാണ് ബാങ്ക് അധികൃതർ അറിയിച്ചിരിക്കുന്നതെന്നാണ് വിടുമ്പിക്കൊണ്ട് ആശാ വർക്കർ നമ്മളോട് വ്യക്തമാക്കുന്നത്. ശ്രീജ, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ആശാസമരവേദിയിൽ നിന്ന് നേരത്തെയും ഇതിന് സമാനമായ രീതിയിൽ ഒരു ആശാപ്രവർത്തക വലിയ വെല്ലുവിളി നേരിട്ടപ്പോൾ അവർക്ക് സഹായഹസ്തവുമായി ആളുകൾ എത്തിയിരുന്നു. സമാനമായ രീതിയിൽ 52ാമത്തെ ദിവസവും അവരവിടെ വന്ന് കിടക്കുന്നത് ജീവിതം അല്പം കൂടി മെച്ചപ്പെടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നറിയാനാണ്, അല്ലാതെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയല്ല. അതിനിടയിലാണ് അവർ ഇത്തരം വെല്ലുവിളി കൂടി നേരിടുന്നത്. തുച്ഛമായ ശമ്പളം വെച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ എങ്ങനെ ഇനി ആ ജപ്തി നോട്ടീസിനെ നേരിടും എന്നതുകൂടി അവർക്ക് മറുപടി കണ്ടെത്തേണ്ടി വരുന്നൊരു കാര്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പൊതുസമൂഹം അവർക്കൊപ്പം നിൽക്കുന്നത്. ഇങ്ങനെ അന്നന്നത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്ന സ്ത്രീകളായതുകൊണ്ടാണ് അവർക്കൊപ്പം നിൽക്കുന്നത്. ആ സമരത്തിനൊരു അന്ത്യം വേണമെന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. എന്തായാലും കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട ശേഷം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് മടങ്ങിയെത്തുന്നുണ്ട്. ഉടൻ തന്നെ ഇവരുമായി ഒരു ചർച്ച നടത്തുമെന്നും ഇവരുടെ പ്രശ്നം ഏതു വിധേനയും പരിഹരിക്കാനുള്ളൊരു നടപടി ഉണ്ടാകും എന്നുകൂടി നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.